ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പതിവ് പോലെ തന്നെ നമ്മുടെ 5 മണി സമയമാണ്. നമ്മൾ രാവിലെ നേരത്തെ എണീറ്റു അസുഖമൊക്കെ ഒന്ന് കുറഞ്ഞതിന് ശേഷം നമ്മളുടെ ആദ്യത്തെ ഒരു രാവിലത്തെ മോർണിംഗ് റൂട്ടീനാണ് കേട്ടോ ഇന്ന്. ഇപ്പം 5 മണിക്ക് തന്നെ എണീറ്റു. 2 ആഴ്ചയായിട്ട് എണീക്കാനൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഇന്നങ്ങനെ എണീറ്റു, നമ്മൾ ജനലൊക്കെ ഒന്ന് തുറന്നു. ഇനി നമ്മുടെ പതിവ് കുക്കിങ്ങിലേക്ക് തന്നെ കിടക്കാം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുടിവെള്ളം അടുപ്പത്ത് വെക്കുന്നുണ്ട്. അപ്പോൾ ചോറ് ഇന്നലെ രാത്രി റൈസ് കുക്കറിൽ ഇറക്കി വെച്ചില്ല, കാരണം രാത്രിയായപ്പോൾ ഒരു മടി. അപ്പോൾ ഇതാ നേരെ വെളുത്ത് വരുന്നുള്ളൂ. നമുക്ക് കുറച്ച് വെള്ളം പിടിക്കണം. ഞാൻ പറഞ്ഞില്ലേ കുടിവെള്ളം പുറത്തുനിന്നാണ് പിടിക്കുന്നതെന്ന്. അപ്പോൾ ഞാൻ രാവിലെ പുറത്തിറങ്ങിയിട്ട് ചെറിയ മഴയൊക്കെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ട് ഒരു മഴയുണ്ട്. ഇപ്പം 2-3 ദിവസമായിട്ട് നല്ല മഴ തന്നെയാണ്. അപ്പം ഞാൻ ആദ്യം തന്നെ കലത്തിൽ വെള്ളം ഒന്ന് പിടിച്ചുകൊണ്ട് വരുന്നുണ്ട്. അത് എടുത്തുകൊണ്ട് വന്നിട്ട് വേണം ഇനി നമുക്ക് ചോറൊക്കെ അടുപ്പത്തിടാനായിട്ട്. അപ്പം ഞാൻ പുറത്തിറങ്ങി. ഇപ്പം മഴ ഇങ്ങനെ അടഞ്ഞ് പിടിച്ചിരിക്കുന്നതുകൊണ്ട് മുറ്റത്തൊക്കെ നല്ല തെന്നലുണ്ട് കേട്ടോ. ഞാൻ ഒരു 3-4 പ്രാവശ്യം മുറ്റത്ത് ഇറങ്ങിയപ്പം നല്ല തെന്നി വീഴാൻ പോയി. എന്തോ ഭാഗ്യം കൊണ്ടാണ് കേട്ടോ വീഴാതെ രക്ഷപ്പെട്ടത്. പേടിയാണ് അതുകൊണ്ട് മുറ്റത്ത് ഇറങ്ങാനായിട്ട്. ശ്രദ്ധിച്ച് ആ മുറ്റത്തിന് താഴെ വെള്ളം എടുക്കുന്നവിടെ ഭയങ്കര തെന്നലാണ്. അപ്പം ഞാൻ എങ്ങനെയൊക്കെയോ ഭാഗ്യം കൊണ്ട് അങ്ങനെ രക്ഷപ്പെട്ട് പോകുന്നതാണ് കേട്ടോ, തെന്നി വീഴാതെ. ഞാൻ അതുകൊണ്ട് തന്നെ എനിക്ക് പേടിയാണ്. അപ്പം ഞാൻ ശ്രദ്ധിച്ചാണ് ഇറങ്ങാറുള്ളത്. അപ്പം ഞാൻ വെള്ളമൊക്കെ ഒന്ന് നിറച്ച് എടുത്തുകൊണ്ട് വരുന്നുണ്ട് കേട്ടോ. നല്ല ഇരുട്ടാണ്, 5 മണി സമയമുള്ള. അപ്പം എല്ലായിടത്തും നല്ല ഇരുട്ടാണ്, എല്ലാവരും എണീറ്റൊക്കെ വരുന്നേ ഉള്ളൂ. അപ്പം ഞാൻ വെള്ളം പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറൊക്കെ വെക്കണം. അപ്പം ഞാൻ അതിൻ്റെ അരി കലത്തിലിട്ട് തിളച്ച് കഴിയുമ്പോൾ ഞാൻ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കണം. അപ്പം നമുക്കൊരു 7 മണിയൊക്കെ ആകുമ്പോഴേക്കും നമുക്ക് അടുപ്പത്തു നിന്ന് തിളപ്പിച്ച് വാർക്കാൻ പറ്റും. പെട്ടെന്ന് വെന്ത് കിട്ടും. തലേന്ന് ഇറക്കി വെക്കണമെന്നില്ല, രാവിലെ വെച്ചാലും വെന്ത് കിട്ടും. പിന്നെ തലേന്നാകുമ്പോൾ നമുക്ക് രാവിലെ ആ ചോറിൻ്റെ പരിപാടിക്ക് പോകണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് തലേന്ന് തന്നെ ഇറക്കി വെക്കുന്നത്. തിളപ്പിച്ച് പെട്ടെന്ന് വാർത്താൽ മതിയല്ലോ. അപ്പോൾ പിന്നെന്താ, എനിക്ക് കട്ടൻ ചായ ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ ഇന്നലെ എന്താണെന്നറിയില്ല, പനിയുള്ള സമയത്തൊന്നും കഴിക്കാനും ഒന്നും വേണ്ടായിരുന്നു. ബണ്ണ് മാത്രമായിരുന്നു കേട്ടോ കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം പനിയൊക്കെ മാറിക്കഴിഞ്ഞപ്പം ഭയങ്കര വിശപ്പാണ്. എന്ത് തിന്നാലും വിശപ്പ് മാറുന്നേ ഇല്ല. അപ്പം ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ കടയിൽ നിന്ന് ഇങ്ങനെ മേടിച്ചിട്ട് വരും ഉച്ചയ്ക്ക് മോളെ കൂട്ടിയിട്ട് വരുമ്പം. അപ്പം ഇന്ന് വന്നപ്പോൾ ഞങ്ങൾ കുറച്ച് വറക്കുന്ന സാധനം, വെളിച്ചെണ്ണയിൽ ഇങ്ങനെ വറുത്തെടുക്കുന്ന ഒരു സാധനമില്ല, അത് ഭയങ്കര മിക്സഡ് ആയിട്ടുള്ള ഇങ്ങനെ കളറായിട്ടായിരുന്നു ഇരിക്കുന്നത്. അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ അപ്പം അത് ഇന്നലെ കുറച്ച് വറുത്ത് കുഞ്ഞിനെ കൊടുത്ത് ഞാനും കഴിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ചേട്ടൻ എണീക്കുമ്പം ചേട്ടന് വറുത്ത് കൊടുക്കാമെന്ന് വിചാരിച്ച് ചായക്ക്. ഞാൻ കട്ടൻ ചായ വെച്ചിട്ട് ഞാൻ കുറച്ച് ഒന്ന് കുടിച്ച്. ഇനി ഞാൻ മത്തൻ വറുത്തരച്ച് കറി വെക്കാമെന്നാണ് വിചാരിക്കുന്നത്. മത്തനും തക്കാളിയും കൂടെ. എനിക്ക് മത്തൻ ഇങ്ങനെ പച്ചയ്ക്ക് നമ്മൾ തേങ്ങ അരച്ച് കറി വെക്കുന്നതിലും എരിശ്ശേരി വെക്കുന്നതിലൊക്കെ കുറച്ചും കൂടി ഇഷ്ടം ഇങ്ങനെ വറുത്തരച്ച് കറി കൂട്ടാനാണ് കേട്ടോ. ഞാനപ്പോൾ മത്തനും തക്കാളിയും കൂടെ ഒന്ന് അരിഞ്ഞ് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടൊന്ന് കുക്കറിൽ വേവിച്ചെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമുക്ക് തേങ്ങയൊക്കെ വറുത്ത് അതിനകത്തേക്ക് ചേർക്കട്ടെ. ഞാൻ തലേന്നൊന്നും അരിഞ്ഞൊന്നും വെച്ചിട്ടില്ല, കാരണം അതിനൊന്നുള്ള മൂടില്ല. അപ്പം ഞാൻ രാവിലെ തന്നെയാണ് ഇപ്പം കുറച്ച് ദിവസമായിട്ടൊക്കെ അരിയുന്നത്. ഇന്നാണ് കേട്ടോ ഇപ്പോൾ രാവിലെ ഒരു 5 മണിക്ക് എണീറ്റത്. 2 ആഴ്ച കൂടിയിട്ട്, അല്ലെങ്കിൽ 6 മണിക്ക് എണീക്കാറുണ്ടായിരുന്നുള്ളൂ. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ല, ഫുഡൊക്കെ മേടിക്കായിരുന്നു എന്നൊക്കെ. അപ്പം എനിക്കിങ്ങനെ 5 മണിക്ക് എണീറ്റ് പണികളൊക്കെ ചെയ്താലാണ് എനിക്കൊരിഷ്ടം. പക്ഷെ ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല, എണീക്കാനൊന്നും പറ്റുന്നില്ല. 6 മണിക്ക് തന്നെ എണീക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പം കുറേ നാൾ കൂടിയിട്ട് രാവിലെ എണീറ്റപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ട്രൈ ചെയ്യുമായിരുന്നു, പക്ഷെ എണീക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല. അലാറം അടിച്ച് കഴിയുമ്പോൾ വീണ്ടും അവിടെ തന്നെ കിടക്കുകയായിരുന്നു ചെയ്യുന്നത്. നമ്മൾ മത്തനൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ഇത് ചായ തിളച്ചിട്ടുണ്ട് കേട്ടോ. അതുപോലെ അരിയുടെ വെള്ളവും തിളച്ചിട്ടുണ്ട്. അപ്പം ഞാൻ അരി അടുപ്പത്തേക്ക് ഇട്ടു. ഇനി അതവിടെ കിടന്ന് തിളക്കട്ടെ. അപ്പം അതിനു മുമ്പ് നമുക്ക് ചായ ഒന്ന് കുടിക്കാം. അപ്പം ഞാൻ വേഗം കട്ടൻ ചായ കുടിച്ചിട്ട് പഞ്ചസാരയൊക്കെ ഇട്ടെടുക്കുന്നുണ്ട് കേട്ടോ. അത് 2 മിനിറ്റ് ഒന്ന് കുടിച്ച് ഹാളിലൊന്ന് റിലാക്സ് ആയിട്ട് ഇരിക്കണം. അപ്പോഴാണ് എനിക്ക് എല്ലാ ദിവസവും ഒരു ഫ്രഷ്നെസ് കിട്ടുള്ളൂ കേട്ടോ. രാവിലെ എണീറ്റ് ഒരു കട്ടൻ ചായ കുടിച്ച് 2 മിനിറ്റ് ഒന്ന് ഇരുന്ന് കഴിഞ്ഞാൽ എനിക്കൊരു സുഖമാണ് കേട്ടോ. ഓരോരുത്തർക്കും ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് രാവിലെ എണീറ്റിൽ നിന്ന് പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ മെഡിറ്റേഷൻ ചെയ്യുന്നതോ യോഗ ചെയ്യുന്നതൊക്കെ ആയിരിക്കും ഒരു ഫ്രഷ്നെസ് കിട്ടുന്നത്.
ഞാൻ രാവിലെ എണീറ്റ് നമ്മൾ എണീറ്റ് വരുമ്പോൾ ഒന്ന് പ്രാർത്ഥിച്ചോണ്ടാണല്ലോ എണീറ്റ് വരും. അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ പണികൾക്കിടയിൽ ചോറും ഇതൊക്കെ ഇറക്കി വെക്കുന്ന സമയത്ത് ഞാനൊരു ഗ്ലാസ് ചായയും കൂടെ കുടിക്കും. അപ്പോൾ ഇതാ ചോറ് നമ്മുടെ തിളച്ചിട്ടുണ്ട്. ഞാനത് ഇറക്കി റൈസ് കുക്കറിലേക്ക് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സമയത്ത് നോക്കുമ്പോൾ പുറത്ത് നല്ല തകർപ്പം മഴ പെയ്തുകൊണ്ടിരിക്കുവാണ്. നല്ല തകർപ്പം മഴയാണ് ഇപ്പം. രാവിലെ എണീക്കുമ്പോഴേ നല്ല മഴയായിരുന്നു കേട്ടോ. ഇന്നൊരു നല്ല റെയിനി മോർണിംഗ് ഡേ ആയിരുന്നു. അപ്പോൾ ഞാൻ നമ്മുടെ കഷ്ണങ്ങളും തക്കാളിയും കൂടി ഞാൻ കുക്കറിൽ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ടിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് തേങ്ങ മൂത്ത് വരുമ്പോൾ തേങ്ങ വറുത്തരച്ച കറി വെക്കുന്നത്. അപ്പോൾ തേങ്ങ മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമുക്ക് മല്ലിപ്പൊടിയും മുളക് പൊടിയും ഗരം മസാലയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ. എന്നിട്ടത് അരച്ചെടുത്ത് കറിയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കും. ഇപ്പം ഞാനിതിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പ് മാത്രം ഇട്ടിട്ടാണ് മത്തനും തക്കാളിയും കൂടെ കുക്കറിൽ വേവിച്ചെടുക്കുന്നത്. അപ്പം പിന്നെ രണ്ടാമത്തെ ആൾക്ക് കുഞ്ഞിപ്പഴമാണ് കേട്ടോ കൊടുത്തിരുന്നത്. മൂത്ത ആളിപ്പം സ്കൂളിൽ നിന്നായിരുന്നു കേട്ടോ കഴിച്ചത്. ക്യാൻറ്റീനിൽ നിന്നാണ് കഴിച്ചുകൊണ്ടിരുന്നത്. അവിടെ കൂപ്പൺ എടുത്തു കഴിഞ്ഞാൽ ചോറ് ഉച്ചയ്ക്ക് ക്യാൻറ്റീനിൽ നിന്ന് കഴിക്കാൻ പറ്റും. എനിക്ക് വയ്യാത്തതുകൊണ്ട് അങ്ങനെയായിരുന്നു കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പം നമ്മളിത് വഴുതന ഒക്കെ മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഉപ്പൊക്കെ ഇട്ടിട്ട് നല്ലോണം പുരട്ടി എടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. അടുപ്പത്തൊരു പാൻ വെച്ചിട്ട് ഞാൻ അത് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ നമുക്കിനി അത് ഫ്രൈ ചെയ്യാൻ വെക്കണം. പിന്നെ തേങ്ങയൊന്ന് വറുത്ത് മറ്റേ കഷ്ണങ്ങളൊക്കെ വെന്ത് വരുമ്പോഴത്തേക്കും തേങ്ങ വറുത്ത് മസാലയൊക്കെ ഇതാക്കി അതിനകത്ത് അരച്ച് ചേർക്കണം. അപ്പം നമ്മുടെ ഈ വഴുതന റെഡിയായി വരട്ടെ. എന്നിട്ട് നമുക്കതൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് വേണം നമുക്ക് തേങ്ങ വറുത്തെടുക്കാനായിട്ട്. ഞാൻ ഈ പാനിലാണ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. ദോശക്കല്ല് അതിനകത്തൊന്നും വേറെ നമ്മളോരോ കാര്യം ചെയ്ത് അതിനകത്ത് പിന്നെ നമുക്ക് ദോശയ്ക്ക് ഉണ്ടാക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് പിടിക്കുമല്ലോ. അപ്പം അതുകൊണ്ട് ഞാൻ പിന്നെ അങ്ങനെ ചെയ്യാറില്ല. ഈ ഒരു പാനാണ് എല്ലാത്തിനും എടുക്കാറുള്ളൂ കേട്ടോ. അപ്പം നമ്മുടെ ഇത് എല്ലാത്തിനും നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വെക്കണം. അപ്പം ചുടാനൊരിതും ദോശക്കല്ല് വേറെ, അങ്ങനെയെല്ലാം നമ്മളെല്ലാത്തിനും മീൻ വറുക്കാനും അങ്ങനെ ഫ്രൈ ചെയ്യാനൊക്കെ വേറെ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒട്ടി പിടിക്കാതിരിക്കും കേട്ടോ. അപ്പം ഞാൻ വഴുതന ഫ്രൈ ആയി കഴിഞ്ഞപ്പോൾ അത് മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനിതാ തേങ്ങയൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. തേങ്ങ നല്ലോണം വായി വന്നു കഴിയുമ്പോൾ ചുവന്ന കളറായി വരുമ്പോൾ നമുക്ക് അതിലേക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ഗരം മസാലയും അങ്ങനെ പൊടികളെല്ലാം മല്ലിപ്പൊടി അതെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം മൂപ്പിച്ചെടുത്തതിന് ശേഷം ചൂടാറിയിട്ട് നമുക്കൊന്ന് അരച്ചെടുത്ത് കറിയിലേക്ക് ചേർക്കാം കേട്ടോ. അങ്ങനെ മത്തൻ വറുത്തരച്ച് കറി വെക്കുമ്പം ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അത് മാത്രം മതി ചോറിന്, അത്രയ്ക്ക് ടേസ്റ്റാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ മത്തൻ വറുത്തരച്ച് കറി വെക്കുന്നത്. അങ്ങനെ മത്തൻ ഉണ്ടാകുമ്പോഴൊക്കെ അങ്ങനെ ചാറ് കറിയായിട്ട് അങ്ങനെ വെക്കാറുണ്ട് കേട്ടോ, മത്തൻ വറുത്തരച്ച കറി. അപ്പം നമ്മുടെ ഇത് ഏകദേശം നമ്മളുടെ ഇതൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് പൊടികളൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചെടുത്തൊന്ന് വറുത്തരച്ച കറിയിലേക്ക് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ മത്തൻ കറി റെഡിയായി. പിന്നെ രാവിലെ നേരത്തെ എണീറ്റ് കഴിഞ്ഞാൽ എന്താ വെച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ തന്നെ നമ്മളെ പണികളെല്ലാം തീരും. എൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയി കഴിയുമ്പം ആ കഴുകാനുള്ള പാത്രം കൂടെ കഴുകി ഒന്ന് അടിച്ചൊക്കെ വാരി എല്ലാം ഇതൊന്ന് ഒതുക്കി വെച്ച് കഴിഞ്ഞാൽ രാവിലെ നമ്മുടെ പണികൾ തീർത്ത് നമുക്ക് ഫ്രീ ആവാൻ പറ്റും. നമ്മൾ താമസിച്ച് എണീറ്റ് കഴിഞ്ഞാൽ നമുക്ക് എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളെ പണികളും തീരൂല, നമുക്ക് കറികളും ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഈ 2 ആഴ്ച അങ്ങനെ ഒരു കളിയായിരുന്നു കേട്ടോ. കറികളൊന്നും ഉണ്ടാവില്ല, പണിയൊന്നും തീർന്നിട്ടില്ല, ഓർഡറിലൊന്നും തീർന്നിട്ടില്ലായിരുന്നു. അങ്ങനെ മൊത്തത്തിലേ നമുക്കൊരു ഉഷാറുണ്ടാവില്ല കേട്ടോ. ഇത് രാവിലെ എണീറ്റ് ചെയ്യുന്നത് ഒരു പ്രത്യേക ഒരു ഉഷാറ് തന്നെയാണ്. നമ്മുടെ പണികളെല്ലാം തീർത്ത് നമുക്ക് ഫ്രീ ആയിട്ടിരിക്കാൻ പറ്റും. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ ഞാൻ വറുത്തരച്ചിട്ടുണ്ട്. അത് കറിയിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഇനി അപ്പോഴേക്കും ചേട്ടൻ എണീറ്റ് വന്നു. അപ്പം നമുക്ക് ഒന്ന് ചായ അടുപ്പത്ത് വെക്കണം. പിന്നെ ഇതില്ലേ നമ്മുടെ ആ വറുക്കാനുള്ള സാധനം അതും ഒന്ന് വറുത്തിട്ട് പിന്നെ പൊരിയും ഉണ്ട് കേട്ടോ. പൊരിയും ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ മേടിച്ചപ്പം. അപ്പം അതും ഈ വറക്കുന്ന ഈ സാധനം കൂട്ടി ചേർന്നും ചായ കൊടുക്കാം കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും ആരും മറക്കരുത്. പിന്നെ ഇന്നത്തെ വീഡിയോ നമ്മുടെ ആൻമരിയ എന്ന് പറഞ്ഞൊരു മോള് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മോളുടെ പേര് പറഞ്ഞിട്ടൊന്ന് വീഡിയോ ചെയ്യണം എന്നല്ല ഞാൻ തുടക്കത്തിൽ പറയാൻ മറന്നുപോയി. അപ്പോൾ ആൻമരിയയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഈ വീഡിയോ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പം മോള് കാണുന്നുണ്ടെങ്കിൽ മറന്നു പോയതാണ് തുടക്കത്തിൽ പറയാനായിട്ട്. പെട്ടെന്നാണ് എനിക്ക് മോളുടെ കാര്യം ഓർമ്മ വന്നത് കേട്ടോ. അപ്പോൾ ആൻമരിയയ്ക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത റെയിനി ഏർലി മോർണിംഗ് റുട്ടീനാണ്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വരും ദിവസങ്ങൾ കാണാം. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.